എന്തായാലും നമ്മൾ പ്ലാറ്റിനിക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് നമുക്ക് കേട്ടോ. ഇവിടെ എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങുകളും നമ്മൾ കഴിച്ചു, അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ശരിക്കും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെയും കാണുന്നത്, കണ്ടില്ലേ? എല്ലായിടത്തും നല്ല എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഇവിടെ കുറേ നടന്ന് കാണാനുണ്ട്. ഓ മൈ ഗോഡ്, നടക്കാൻ വയ്യ, കാലും കൈയെല്ലാം വേദന എടുക്കുകയാണ്. ഐ ആം സോ ടയർഡ്. നടന്ന് ശരിക്കും ടയർഡായി കേട്ടോ. ഇവിടെയൊക്കെ മേളിൽ കൂടെയൊക്കെ ആൾക്കാർ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഓ മാവ്, ആൾക്കാർ നടക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ പൊന്നമ്മൂ. ഇത് ആവശ്യം പോലെ നടക്കാണ്ട്. ഇന്നും നാളെ ഒന്നും തീരൂല. ആവശ്യം പോലെ നടക്കാണ്ട് ഇവിടെ നടന്ന് കയ്യും കാലും ഒരു പരുവായി. വെരി ടയർഡ്. ഓ മൈ ഗോഡ്. ഓ പ്ലാറ്റിനി, ഇത് കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. പണ്ട് റോമൻ കാലത്ത് ഈ പാലസായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കൊളാപ്സായി പോയതാണ്. മ്യൂസിയോ പ്ലാറ്റിനോ പ്ലാസോ ഇംപീരിയൽ പ്ലാറ്റിനി മ്യൂസിയം ആൻഡ് ഇംപീരിയൽ പാലസ് ഇങ്ങോട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ടൊന്ന് അത് കണ്ടിട്ട് പോവാം. കൂടുതൽ നടക്കാനും കൂടുതലിങ്ങനെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇതൊക്കെ കാണുമെന്ന്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ആൾക്കാരെല്ലാം നടന്ന് അവിടെ എവിടെയൊക്കെ തളർന്നിരിക്കുന്നുണ്ട് കേട്ടോ. വിഗ്ന ബാർബറിനി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. അതുപോലെ ടോയ്ലറ്റ് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്കിപ്പോൾ പോകേണ്ടത് പ്ലാറ്റിനി മ്യൂസിയം ആൻഡ് ഇംപീരിയൽ പാലസ്, അവിടേക്ക് പോവാം. ഓക്കെ, അവിടത്തേക്ക് പോയിട്ട് അവിടെ കാണാം. പിന്നെ ആ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, നല്ല രസമുണ്ട്. അതാണ് ഈ പാലസായിട്ട് ഇത് ഇവർ ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നടന്ന് ഉപ്പാട് വരും. ഇനി അറൗണ്ട് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടുതലുണ്ട് റൂമിലേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ കുറച്ച് എന്തൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. കുട്ടികൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി എപ്പോഴും പോകുമെന്ന് എനിക്കറിയില്ല. ഓ, എവിടെയാണ് പാലസ് എന്നറിയില്ല. ഇത് പാലസൊക്കെ ഒത്തിരി ദൂരെയാണ് കേട്ടോ. അയ്യോ, ഇനി നടക്കാനുണ്ട് എൻ്റെ ചങ്ങാതിമാരെ, നടന്നെത്തൂല നമ്മൾ. ഇറ്റ്സ് എ ഹ്യൂജ്, വെരി ബിഗ്, വെരി വെരി ബിഗ്. എനിക്ക് തോന്നുന്നു ഇറ്റലിയിൽ റോമിൻ്റെ ഒരു 50% കൂടുതൽ പ്ലേസ് ചരിത്ര സ്മാരകങ്ങളാണ് കേട്ടോ. എന്തായാലും ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഒരു അസുഖവും വരില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കണക്ക് നടന്ന ഓരോ സംഭവങ്ങൾ കാണാനുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ മതി ഓരോ സ്ഥലങ്ങൾ. അപ്പോഴത്തേക്കും ഇത് നടന്ന് കണ്ട് നിങ്ങൾക്ക് എക്സസൈസും ആവും, എല്ലാ സ്ഥലം കണ്ടതായിട്ടും ആവും. അല്ലേ, ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴത്തൊന്നും വീണിട്ടില്ല കേട്ടോ. ഇതെല്ലാം അവർ ഇടിഞ്ഞ് പൊളിഞ്ഞതിനൊക്കെ വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന റൂളർമാരൊക്കെ ഇത്രയ്ക്ക് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത്? എനിക്കൊന്നും മനസ്സിലാവില്ല. വെറുതെ പൈസ ആഴി കളയുമായിരുന്നോ ജനങ്ങളുടെ? ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളും സെയിം തന്നെയാണല്ലോ. അവർ വെറുതെ സാലറി വാങ്ങുന്നു, വെറുതെ
അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഉടുത്തൊരുങ്ങി നടക്കുന്നു, അവർ സമ്പാദിക്കുന്നു. അതെല്ലാം ജനങ്ങളെ പൈസയല്ലേ? ഇതും ആ കാലത്ത് ജനങ്ങളെ പൈസ തന്നെയായിരുന്നില്ലേ? അവരുടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വലിയ വലിയ ബിൽഡിങ്ങുകളും അതും ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. അയ്യോ, ഇതെന്തോന്നു എൻ്റെ പൊന്നു! ഇത് പ്ലാറ്റിനി എന്ന് പറയുന്ന ഇതിൻ്റെ ചുറ്റുപാടുമാണ് കേട്ടോ. ഇതേ വാട്ട് എ സെറ്റപ്പ്! ഇതൊക്കെ കൊളാപ്സ് ആയിട്ട് എവിടെ പോയി? ഈ സാധനങ്ങളെല്ലാം കൊളാപ്സായി പോയി എന്ന് പറയുന്നത്. അതിൻ്റെ വേസ്റ്റൊക്കെ എവിടെ? വേസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, എന്താണ്, എന്ത് നിർമ്മിതികളാണ് ഇതൊക്കെ? നമ്മളെ ഇന്ത്യയിലൊന്നുള്ളത് ഒന്നും അല്ല. ഇന്ത്യയിലോ രാജസ്ഥാനിലോ ഡൽഹിയിലും ഒന്നും ഇതൊന്നും ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ റൂളറും എംപയറും ആയിരുന്നല്ലോ ഷാജഹാൻ. ഷാജഹാൻ ഉണ്ടാക്കിയിരുന്നതൊന്നും വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കാണേണ്ടത് തന്നെ, ഇത് കാണേണ്ട ചരിത്ര സംഭവങ്ങളാണ്. പക്ഷേ ഇത് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോമിൽ തന്നെ കുറഞ്ഞത് ഒരു മാസം ഇവിടെ നിൽക്കണം. ഒരു മാസം നിന്നാലേ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ അടുത്തൊരു ഇവിടുത്തെ ടൂർ മാപ്പുണ്ട്. ആ ടൂർ മാപ്പ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് ടൂർ മാപ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങൾ അറൗണ്ട് 152 പ്ലേസസ് ഉണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത് എത്ര ഹെക്ടർ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു വത്തിക്കാൻ സിറ്റിയുടെ അത്രയുണ്ടെന്ന്. വത്തിക്കാൻ സിറ്റി എത്ര? 120 ഏക്കറാണ്. 120 ഏക്കറിൽ കൂടുതൽ ഇതുണ്ടെന്ന് തോന്നുന്നു. ഓ, വെരി ബിഗ്, വെരി ബിഗ്. ഇതിങ്ങനെ കറങ്ങി 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 കിടക്കുക. ഇത് ഞാൻ നടന്ന് തളർന്നു. ഇത് എവിടെയാണ് ഇതിൻ്റെ എൻ്റെ ഒരു പിടുത്തവും ഇല്ല. ഇവിടെ എന്താ ഒരു വെള്ളച്ചാട്ടവും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് അടുത്ത സൈഡിൽ പോയിട്ട് അത് കാണാം കേട്ടോ. ഇവിടെ നിന്ന് അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഏതാണ്ട് കിലോമീറ്റർ കണക്കിന് നടന്നു വന്നപ്പോഴാണ് ഈ ജനങ്ങളെല്ലാം നടന്ന് തളർന്ന് ചുമന്ന് അവരൊക്കെ ഈ വെളുകളായിരിക്കുന്ന കാരണമല്ലോ ചുവന്ന് വല്ലാത്തൊരിതായി. ഈ ഇത്രയും ഇതിനുള്ളിൽ, ഈ പാലസിനുള്ളിൽ ഇതൊക്കെ ഒരു വെള്ളച്ചാട്ടം, അവിടെ മ്യൂസിക്കും ഉണ്ട്. ഇവിടെ ഒരാളും വരില്ല. എന്നിട്ട് നോക്കിയാൽ അവിടെ ഇങ്ങനെ ഫൗണ്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫൗണ്ടൻ എന്താണെന്ന് ഒന്നും അറിയില്ല കേട്ടോ. അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. അവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ അവിടെ വിത്ത് മ്യൂസിക്. അങ്ങനെ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇവിടെയൊക്കെ ആൾക്കാർ കാണാനായിട്ടുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ ഇടിഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെ ഇങ്ങനെ ട്രേകളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അവശിഷ്ടങ്ങളുടെ ചെറിയ ചെറിയ പീസുകളാണ് ട്രേയിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് വളരെ താഴെയാണ് കേട്ടോ. അപ്പം ഞാൻ മേളിലാണുള്ളത്. താഴേക്കൊന്നും നമുക്ക് പോകാൻ അലൗഡ് ഇല്ല. ഇവിടെയൊന്നും ആരും പോകുന്നുമില്ല. ഈ കാണുന്നതാണ് പ്ലാറ്റിനോ ബിൽഡിങ്. അതിലെന്തോ മെയിൻ്റനൻസ് വർക്ക് കിടക്കുകയാണ്. അതാണ് മൊത്തം അത് കവർ ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിനകത്ത് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ മറ്റൊരു രണ്ടും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ വരെ കണ്ട് നിർത്താം. പിന്നെ അത് പ്ലാറ്റിനോയ്ക്ക് അകത്തേക്ക് പോവാം. ഇതിൻ്റെ മ്യൂസിയം ഇനി എവിടെയാണെന്ന് അറിയില്ല. മ്യൂസിയം നമുക്ക് എന്തായാലും കാണാൻ നോക്കാം. അടിപൊളി സീൻ, അടിപൊളി സീൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചുമ്മാ അല്ല, ഈ പാലസൊക്കെ ഇത്രയും ഇതിലുണ്ടാക്കിയിരുന്നത് ഈ എംപയറിന് അല്ലെങ്കിൽ റൂളർക്ക് ഈ നാട് മൊത്തം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇയാൾ ഇവിടെ ഇരുന്നായിരിക്കും ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിരുന്നത്. നോക്കിയേ, ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ദുനിയാവ് മൊത്തം കാണാം. ഈ റോം സിറ്റി മൊത്തം കാണാൻ പറ്റും.
അവിടെയാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, അവിടെ പലവിധ ആക്ടിവിറ്റീസ് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ നിങ്ങളൊരു വീഡിയോ എടുത്തിരുന്നു. അത് വീഡിയോ ഇടാം. ഈ ഭാഗത്താണ് ഒരു സ്റ്റേഡിയമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇത് റൂളർ ഇതെല്ലാം കണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഈ പാലസിൽ ഇരുന്നിട്ടാണ് കേട്ടോ റൂളർ ഇതെല്ലാം കണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഈ പാലസിൽ ഇരുന്നിട്ടാണ് കേട്ടോ. ഇത് പാലസാണ്, മൊത്തം ഇടിഞ്ഞു പോയി കണ്ടോ. ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക, പ്ലസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.